ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ പ്രോട്ടീൻ റിച്ച് ആയ ആരോഗ്യവും രുചിയും ഒന്നിക്കുന്ന ഒരു സ്നാക്കാണ്. സൂപ്പർ ഡെലീഷ്യസ് സ്വീറ്റ് ആണ്. എണ്ണയിലൊന്നും വറുത്തെടുക്കാതെ വളരെ ഈസിയായി ഉണ്ടാക്കാവുന്ന ഈ സ്വീറ്റ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൊച്ചു കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഇഷ്ടപ്പെടുന്നതും ഷുഗറോ ശർക്കരയോ ഒന്നും ആഡ് ചെയ്യാതെ നാച്ചുറൽ മധുരത്തിൽ ഉണ്ടാക്കുന്നതുമാണ്. ഗ്രീൻ ഗ്രാം അല്ലെങ്കിൽ മൂങ് ദാൽ എന്നറിയപ്പെടുന്ന ഈ പയർ പ്രോട്ടീൻ്റെയും ഫൈബർ, വൈറ്റമിൻസ് എന്നിവയുടെ വലിയ സോഴ്സാണ്. അതുകൊണ്ട് ഇത് പല രീതിയിൽ നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. ഇനി ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. 2 കപ്പ് ചെറുപയർ കഴുകി പെട്ടെന്ന് അത് കുതിരാതെ എടുക്കണം. അതൊരു ടവൽ കൊണ്ടോ ടിഷ്യൂ പേപ്പർ കൊണ്ടോ തുടച്ച് ഡ്രൈ ആക്കിയിട്ട് പയർ നമ്മൾ വറുത്തെടുക്കണം. വറക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട്. പയർ കരിഞ്ഞു പോകാതെ സൂക്ഷിക്കണം. ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1/2 സ്പൂൺ ക്യുമിൻ സീഡ്, ഡ്രൈ ജിഞ്ചർ, ഏലയ്ക്ക എന്നിവ ഇടുക. തണുത്തതിന് ശേഷം മിക്സിയിൽ ഫൈനായി പൊടിച്ചെടുക്കുക. ഒത്തിരി തരി ഉണ്ടാകാൻ പാടില്ല. ഇനിയും ഇതിൻ്റെ ഈ പലഹാരത്തിന് മധുരത്തിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഈന്തപ്പഴമാണ്. ഈന്തപ്പഴം മിക്സിയിൽ അരയ്ക്കുകയോ അല്ലെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയോ ചെയ്യുക. 2 കപ്പ് പയറിന് വലിപ്പമുള്ള 25 ഈന്തപ്പഴമെങ്കിലും വേണ്ടിവരും. ഈന്തപ്പഴത്തിന് പകരം ശർക്കരയും ഉപയോഗിക്കാം. ഈന്തപ്പഴവും അരച്ചതിന് ശേഷം ഒരു പാനിൽ 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് അത് ചൂടാകുമ്പോൾ 1 കപ്പ് തേങ്ങ ഇട്ട് റോസ്റ്റ് ചെയ്യുക. റോസ്റ്റായി വന്നതിന് ശേഷം അരച്ചു വെച്ച ഈന്തപ്പഴം ഇട്ട് നന്നായി മിക്സ് ചെയ്യുക. മീഡിയം ഫ്ലെയിമിൽ ഈന്തപ്പഴം നല്ലതായിട്ട് അലിഞ്ഞുകൊള്ളും. ഈന്തപ്പഴവും തേങ്ങയും നന്നായി മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ആക്കുക. എന്നിട്ട് ഈ കൂട്ടിലേക്ക് പയറിൻ്റെ മിക്സ് ഇട്ട് നന്നായിട്ട് ഇളക്കണം. പയറിൻ്റെ മിക്സ് കുറേശ്ശെയായിട്ട് ഇളക്കണം. പയർ പൊടി കൂടിപ്പോയാൽ ഉരുട്ടിയെടുക്കാൻ ബുദ്ധിമുട്ടും. അതുകൊണ്ട് കുറേശ്ശെ ഇട്ട് അത് നമ്മൾ ഉരുട്ടുന്ന പരുവത്തിൽ എടുക്കണം. ഇതൊരു മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് നമുക്കിഷ്ടമുള്ള വലിപ്പത്തിലിത് ഉരുട്ടിയെടുക്കാം. അങ്ങനെ ഉരുളകളാക്കി മാറ്റി വെക്കുക. എന്നിട്ട് ഇതിൻ്റെ പുറം ഭാഗം കുറച്ച് ഡ്രൈ ആകണമെങ്കിൽ ബാക്കിയുള്ള പയറുപൊടി ഉണ്ടെങ്കിൽ അതുകൂടെ വിതറി അങ്ങനെ ഇത് ഡ്രൈ ആക്കി എടുക്കുകയും ചെയ്യാം. അങ്ങനെ വളരെ സോഫ്റ്റായും ടേസ്റ്റിയുമായ ചെറുപയർ സ്വീറ്റ് തയ്യാറായി. ചെറുപയർ കൊണ്ടുള്ള തോരനും കറിയും കഴിക്കുന്നതോടൊപ്പം ഇടയ്ക്കിടെ ചെറുപയർ കൊണ്ട് സ്വീറ്റ് ഉണ്ടാക്കുന്നത് നല്ലതാണ്. വളരെ സോഫ്റ്റായ ഈ സ്വീറ്റ് 2 ദിവസം പുറത്തിരിക്കും. കൂടുതലുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ച് നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത ഒരു ഈസി റെസിപ്പിയുമായി കാണുന്നത് വരെ ഹാവ് എ നൈസ് ടൈം.